പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചുരുക്കം ചില സഹാബാക്കൾക്കൊപ്പം മദീനയിലൂടെ നടക്കുമ്പോൾ ഒരു അറേബ്യൻ ഗ്രാമീണനായ മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ആ സംഘത്തെയും കണ്ടുകൊണ്ട് പിറകെ ഓടി വന്നു. പുറകിലായി ഓടി വന്ന ഈ മനുഷ്യൻ നബിയുടെ അടുക്കലെത്തിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിലൂടെ ചുറ്റിക്കടന്ന ഷോളിൽ പിടിച്ചു പിറകിലേക്ക് വലിച്ചു. ഒരു യമാനി പുതപ്പാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തോളിലൂടെ ഇട്ടിരുന്നത്. അതിൻ്റെ കര വളരെ കട്ടി കൂടിയ കരയുമായിരുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആ കട്ടി കൂടിയ കരയുള്ള ആ പുതപ്പ് ആ ഷോളിൽ പിടിച്ച് പുറകെ നിന്ന് അപ്രതീക്ഷിതമായ ഒരു മനുഷ്യൻ പിടിച്ചു വലിക്കുമ്പോൾ അത് റസൂലുള്ളാഹിക്ക് വലിയ നിലയിൽ ബുദ്ധിമുട്ടുണ്ടാക്കി. എന്ന് മാത്രമല്ല, ആ പുതപ്പിൻ്റെ കര, ആ കട്ടി കൂടിയ കരയുടെ പാടുകൾ പ്രവാചകന്റെ കഴുത്തിൽ പതിയുകയും ചെയ്തു. അങ്ങനെ വീണു പോകാതെ ശരീരം ബാലൻസ് ചെയ്ത് റസൂലുള്ളാഹി തന്നെ പുറകെ നിന്ന് വലിച്ച ആളിലേക്ക് തിരിഞ്ഞു. ആ മനുഷ്യനെ കണ്ടപ്പോൾ ആ ഗ്രാമീണനായ മനുഷ്യൻ നിബിതങ്ങൾ മുഖം നേരെ കെട്ടിയപ്പോൾ ഉടനെ പറയാണ്, നിങ്ങൾ ആൾക്കാരോട് പറയണം എനിക്കെന്തെങ്കിലും നൽകാൻ. നിങ്ങളുടെ ആൾക്കാരോട് പറയൂ മുഹമ്മദേ, എനിക്കെന്തെങ്കിലും നൽകാൻ പറയാൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം ഒന്ന് ചിരിച്ചുപോയി. ആ മനുഷ്യനോട് ചിരിച്ച് പ്രതികരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടെയുള്ളവരോട് പറഞ്ഞു, ഇദ്ദേഹത്തിന് എന്തെങ്കിലും നൽകണം. അയാൾ ചോദിച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യന് ആവശ്യമായത് കൊടുക്കാൻ കൂടെയുള്ള തൻ്റെ സഹചാരികളോട് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. എവിടെ നോക്ക്, നമ്മൾ ആരാണെങ്കിലും, നമുക്ക് എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ വന്ന് പുറകെ നിന്ന് പിടിച്ചു വലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, ആ വിധത്തിൽ നമ്മൾ അപ്രതീക്ഷിതമായിരിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു പ്രഹരമോ ഒരു മർദ്ദനമോ ഒരു ചവിട്ടോ ഒരു തൊഴിയോ ഒരു പിടിയോ ഒരു വലിയ ഇതൊക്കും ഇതൊന്നും തന്നെ നമ്മൾ അസാധാരണമായി എടുക്കാനോ ചിരിച്ചുകൊണ്ട് പ്രതികരിക്കാനോ പോകുന്ന കാര്യങ്ങളേ അല്ല. അത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. നമ്മുടെ മക്കളാണെങ്കിൽ പോലും പെട്ടെന്ന് പുറകിൽ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഷൗട്ട് ചെയ്യും, ഒന്ന് ചൂടാകും, ഒന്ന് ദേഷ്യപ്പെടും, ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ ശാന്തമായ ഹൃദയത്തിലേക്ക് വരിക, സമാധാനം അടയുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, മറ്റൊരു രീതിയിൽ നമ്മളോട് പ്രിയപ്പെട്ടവരാകുമ്പോൾ അടുത്ത ആളാകുമ്പോൾ ആ നിലയിൽ നമ്മൾ റിയാക്ട് ചെയ്യും. പിന്നെ ചിലപ്പോൾ നല്ല വാക്കുകൾ പറഞ്ഞ് പിന്നെ വിശദീകരിക്കും. ആ പറഞ്ഞുപോയ വാക്കുകൾക്ക് ബാലൻസിങ് ആവുന്ന വിധത്തിൽ ചില നല്ല വാക്കുകൾ പിന്നെ പറഞ്ഞേക്കാം. പക്ഷേ ആദ്യമെങ്കും ഇതുപോലെ മാന്യമായിട്ട് പ്രതികരിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷെ പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃക തന്നെ ഈ വിഷയത്തിൽ ഇതാണ്. ആ മനുഷ്യൻ ഒരു ഗ്രാമീണ സമൂഹം എന്ന് എടുത്തു പറയാവുന്ന കാര്യം, അറേബ്യൻ ഗ്രാമീണന്മാർ ഒരു എന്ത് ചെയ്യുക, ഒരു വെട്ടൊന്ന് തൊണ്ട് രണ്ട് എന്ന് പറയുമ്പോൾ ഒരു പരുക്കൻ ജീവിത ശൈലിയാണ് അവർക്കുള്ളത്. അവരുടെ നേച്ചർ അങ്ങനെയാണ്, അവരുടെ ശൈലി അങ്ങനെ. ഏത് കാര്യത്തിലും തുറന്നടിച്ചാണൊക്കെ ചോദിക്കുക. ഒരു സദസ്സിലാണ് അല്ലെങ്കിൽ ഒരു സദസ്സിലിരിക്കുന്ന ആളാണ് അല്ലെങ്കിൽ നബിയാണ്, അതുകൊണ്ട് വളരെ മാന്യമായിട്ട് കുറേ ആമുഖങ്ങളും മുഖപുരകളും ഒക്കെ നിരത്തിയിട്ട് അനുവാദം ചോദിച്ച് പെർമിഷൻ വാങ്ങിച്ചിട്ടൊരു ചോദ്യം ചോദിച്ചിട്ട് അതും ഏറ്റവും നല്ല രീതിയിൽ ചോദിച്ച് കാത്തിരുന്ന് ഉത്തരം കിട്ടിയാൽ കൊള്ളതുകൊണ്ട് പോവുക, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഇതൊന്നും അവർക്കറിയില്ല. അവരുടെ ശൈലി അങ്ങനെയല്ല. അവർ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ തന്നെ ഇതുപോലെ എന്ത് ചെയ്യുക, ഈ രീതിയിൽ ഒരു ജീവിതശൈലി ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവരുടെ ആവശ്യങ്ങൾ നേടിപ്പോവുക എന്നുള്ള രീതിയാണ് അവർക്കുള്ളത്. പലപ്പോഴും സഹാബാക്കൾ ലജ്ജയോടെ ചോദിക്കാൻ മടിക്കുന്ന പല ചോദ്യങ്ങളും ഇത്തരം ഗ്രാമീണർ വന്ന് ചോദിക്കുമ്പോഴാണ് പ്രവാചകനോട് നിന്ന് അവർ ഉത്തരം എടുക്കുന്നതും അവർ വരുന്നത് ഇവർക്ക് വലിയ അനുഗ്രഹമാകാറുണ്ട്. പലപ്പോഴും മാന്യന്മാരായ സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം ചില ചോദ്യങ്ങൾ അസ്ഥാനത്തായി പോകുമോ എന്ന ഭയം കാരണം നബിയോട് ചോദിക്കാൻ മടിക്കുന്ന ചോദ്യങ്ങൾക്ക് പോലും അവർ ഉത്തരം കണ്ടെത്തിയത് ഇത്തരം ഗ്രാമീണ സമൂഹങ്ങൾ വരുമ്പോഴാണ്. അവർക്ക് എങ്ങനെയെങ്കിലും അവർക്ക് അറിഞ്ഞാൽ മതി കാര്യങ്ങൾ. അതുകൊണ്ട് ഇത്ര പച്ചയായ ചോദ്യങ്ങളും തുറന്ന് നബിയോട് ചോദിക്കുമായിരുന്നു. പക്ഷേ ഈ ചോദ്യമല്ല, ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായപ്പോൾ പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത ആ ഒരു പ്രതികരണം ഉണ്ടല്ലോ, അതിൽ നമുക്ക് വലിയ മാതൃകയുണ്ട്. നമ്മൾ ഈ രാത്രികളിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ മാപ്പ് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ്, നീ മാപ്പ് നൽകുന്നവനാണ്, അതേറെ മാപ്പ് കൊടുക്കുന്നവനുമാണ്. അതുകൊണ്ട് എനിക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹുവേ എന്ന് ഈ പടച്ചവനോട് നമ്മൾ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളുടെ പേരിലും കുറ്റങ്ങളുടെ പേരിലും റബ്ബേ നീ മാപ്പാക്കണേ എന്ന് പടച്ചവനോട് ആവർത്തി മനസ്സുകൊണ്ടും നാവ് കൊണ്ടും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന മനുഷ്യരോട് ഒരിക്കൽ പോലും മാപ്പ് കൊടുക്കാൻ പോലും നമ്മളെ കൊണ്ടാവുന്നില്ല.
ഈ നമുക്ക് മാപ്പ് കൊടുക്കാൻ കഴിയാതെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ നമുക്കിടയിലെ ബന്ധങ്ങൾ, മനുഷ്യരാണല്ലോ, സ്വാഭാവികമാണ്, നമുക്കിടയിൽ അങ്ങോട്ട് കൊണ്ടും കൊടുത്തും ജീവിക്കുന്നവരാണ്. എപ്പോഴും ഒരേ രീതിയിൽ എല്ലാവർക്കും ജീവിക്കാൻ കഴിയില്ല. ചിലപ്പോഴൊക്കെ ആൾക്കാർ ചൂടാവും, ദേഷ്യം പിടിക്കും, നമ്മൾ പ്രതീക്ഷിക്കാതെ ചില വാക്കുകൾ പറയും, നമ്മളെ വായിൽ നിന്ന് വാക്കുകൾ വീണു പോകാറുണ്ട്. പക്ഷെ അതൊന്നും മനസ്സിൽ പേര് നടക്കുകയും അതൊക്കെ വലിയ വിരോധമായി കൊണ്ട് നടക്കുകയും പകയായി മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നത് ഒരു കാലത്ത് നല്ല പ്രവണതയല്ല, നല്ല ജീവിത ശൈലിയുമല്ല. ഈ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നു ത്വായിഫിലെ ബന്ധുജനങ്ങൾ. ഈ പ്രവാചകന് പ്രിയപ്പെട്ടവരായ അബൂ ത്വാലിബും ഖദീജയും കൂടി മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ പ്രവാചകന് ഏകാഗിയായി ഇന്ന ഒരു നിമിഷമുണ്ട്. നമുക്ക് ഒരു ആൾക്കൂട്ടത്തിനിടയിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാട്ടിൽ ഒരുപാട് പേരുണ്ട്, ഇസ്ലാമിലേക്ക് വന്ന പുതിയ വിശ്വാസികളുമുണ്ട്, അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുമുണ്ട്. അബൂബക്കർ അടക്കമുള്ള ജീവൻ പണയം വെക്കാൻ തയ്യാറായി നബിയോടൊപ്പം നിൽക്കുന്ന കുറെ സുഹൃത്തുക്കളുമുണ്ട്. പക്ഷേ വീടകം ശൂന്യമാണ്, വീടിനകത്ത് ആരുമില്ല, പ്രിയപ്പെട്ടവരായി ചേർത്തു പിടിക്കാൻ ബന്ധുജനങ്ങളില്ല. അത് വല്ലാത്തൊരു അവസ്ഥയാണ്. റസൂൽ കടന്നുപോയൊരു സ്റ്റേജാണത്. വീട്ടിനകത്ത് ചെന്നാല് ശൂന്യത മാത്രമാണ്. ഖദീജ ഇല്ലാത്ത വീട്, അബൂ ത്വാലിബ് ഇല്ലാത്ത വീട്, ഉമ്മയും ഉപ്പയും ഒക്കെ എത്രയോ പണ്ടേ മരണപ്പെട്ടു പോയി. അങ്ങനെ ചേർത്ത് പിടിക്കാനും ബലം കൊടുക്കാനും ബന്ധുജനമെന്ന് പറഞ്ഞ് ആരുമില്ലാത്തൊരു സാഹചര്യത്തിൽ പെട്ടുപോയപ്പോ വലിയ പ്രതീക്ഷയോടെ ത്വായിഫിലേക്ക് കടന്നു ചെന്നു പ്രിയപ്പെട്ട ബന്ധുജനങ്ങൾ. ആ ബന്ധുജനങ്ങളുടെ മുമ്പിൽ ചെന്ന് പ്രവാചകത്വത്തെ കുറിച്ച് വിശദീകരിച്ചു, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ദിവ്യ സന്ദേശത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് എന്നിൽ വിശ്വസിക്കുകയും എനിക്ക് നിങ്ങൾ അഭയം നൽകുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. എന്നെ ഒന്ന് സംരക്ഷിക്കണം, എന്നെ നിങ്ങൾ ചേർത്ത് പിടിക്കണം, ഒരു കുടുംബാംഗം എന്ന നിലയിൽ എന്നെ പ്രവാചകത്വം അംഗീകരിച്ച് എന്നെ ഒന്ന് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകത്വവാദവുമായി വന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബന്ധു ഒന്നുപോലും പരിഗണിക്കാതെ ഒരു തെരുവ് യാചകനോട് പോലും, ഒരു തെരുവിലെ ഭ്രാന്തനായി പ്രവർത്തിക്കുന്ന ഒരു ഭ്രാന്തനോട് പോലും, തെരുവ് കുട്ടികൾ പോലും പെരുമാറാത്ത രൂപത്തിൽ വളരെ മോശമായിട്ട് കല്ലെറിഞ്ഞും കൂക്കി വിളിച്ചും പരിഹസിച്ചും പറഞ്ഞേക്കുന്ന നിമിഷമുണ്ട്. പ്രവാചകൻ ജീവിതത്തിലെ ഏറ്റവും സങ്കീർണമായ വലിയ പ്രയാസമുണ്ടാക്കിയ ഒരു നിമിഷം, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പോലും അതിൽ വലിയ കർശനമായ തീരുമാനങ്ങൾ എടുക്കണമെന്ന് പടച്ചവന്റെ ഭാഗത്ത് നിന്ന് പോലും ഒരു തീരുമാനം വന്നേക്കാവുന്ന ഒരു സാഹചര്യത്തിൽ പോലും പ്രവാചകന്റെ പ്രാർത്ഥന, അല്ലാഹു മഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂന, അല്ലാഹുവേ അവർക്ക് മാപ്പ് കൊടുക്കണേ റബ്ബേ, അറിവില്ലാത്തത് കൊണ്ടാണെന്ന്. ആ സമയത്ത് സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറാവുകയും അവർക്ക് മാപ്പ് കൊടുക്കുകയും എന്നിട്ട് അള്ളാഹുവിനോട് പാവങ്ങളാണ് അള്ളാഹുവേ, അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ്, പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുപോലെ നമ്മൾ ജീവിക്കുന്നവരാണ്, നമ്മൾ ഒരുപാട് നമ്മുടെ ജീവിതത്തിന്റെ ഒരുപാട് മേഖലകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരേ ഓഫീസിൽ തന്നെ ഒരുപാട് സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു മേൽക്കൂരയ്ക്ക് താഴെ നമുക്ക് വ്യത്യസ്തങ്ങളായ വേഷങ്ങളാണുള്ളത്. ഒരു വീട്ടിനകത്ത് തന്നെ വാപ്പ, ഉമ്മ, സഹോദരങ്ങൾ, കൂടപ്പറപ്പുകൾ, അങ്ങനെ വിവിധ ബന്ധങ്ങളുമായി മുന്നോട്ട് പോകുന്നവരാണ്. പലപ്പോഴും ചെറിയ കാര്യങ്ങളിൽ നമുക്കിടയിൽ പിണക്കങ്ങൾ വരാറുണ്ട്. ഈ ചിലപ്പോൾ വലിയ കാര്യങ്ങളായിരിക്കാം, നമ്മുടെ വലിയ കാര്യങ്ങൾ ദുനിയാവ് തന്നെയാണ്, അതിനപ്പുറത്തൊന്നും വരില്ലല്ലോ. നമ്മുടെ വലിയ കാര്യങ്ങൾ പോലും ഒരു ചാൺ ഭൂമിയുടെ പ്രശ്നമായിരിക്കാം. ഒരു ചാൺ ഭൂമിയുടെ പ്രശ്നത്തിന്റെ പേരിലായിരിക്കും നമ്മൾ പിണക്കങ്ങളുമായി കഴിയുന്നത്, ഇന്നും വിരോധവും കൊണ്ട് നടക്കുന്നത്. ചെറിയ സാമ്പത്തിക ഇടപാടിന്റെ വിഷയത്തിൽ, നമ്മൾ പറഞ്ഞൊരു അഭിപ്രായം സ്വീകരിക്കാത്തതിന്റെ വിഷയത്തിൽ, നമ്മൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ സഹായിക്കാത്തതിന്റെ പേരിൽ എന്തിനീ പക? ഈ മനസ്സിൽ പകയും കൊണ്ട് നടന്നിട്ട് അള്ളാഹുവിനോട് പൊറുക്കണേ എന്ന് ചോദിച്ചാൽ പുറത്തു കൊടുക്കാൻ പടച്ചവൻ തയ്യാറാകില്ല. ഇർഹമു മൻ ഫിൽ അർള് യർഹമുകും മൻ ഫിസ് സമാ. ആകാശത്തുള്ളവന്റെ കാരുണ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കേണ്ട. ആദ്യം നിങ്ങൾക്ക് ചുറ്റുമുള്ള മനുഷ്യരോട് കരുണ കാണിക്കാൻ നിങ്ങൾ തയ്യാറല്ല, പക്ഷെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കരുണ വേണം എന്ന് പറയുന്നതിന് അർത്ഥം മനസ്സിലാവുന്നില്ല എന്ന്. ഈ വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിൽ വലിയൊരു ചർച്ചയുണ്ട്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട വലിയൊരു ചർച്ച. ആയിഷ റളിയല്ലാഹുവിന്റെ വിഷയത്തിൽ സഫ്വാൻ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു ആരോപണമുണ്ട്. ആ ആരോപണം വലിയ പ്രശ്നമായി തീർന്ന ഒരു സാഹചര്യമുണ്ട്. ആയിഷ ബീബി ഒറ്റപ്പെട്ടു ഒരു സാഹചര്യമുണ്ട്. പുണ്യ നബിക്ക് പോലും ആ വിഷയത്തിൽ ഒന്നും എടുത്തു പറയാൻ കഴിയാതെ, തന്റെ പ്രിയപ്പെട്ടവളെ ചേർത്ത് പിടിക്കാൻ കഴിയാതെ, സമൂഹത്തിനിടയിൽ തന്റെ പ്രിയപ്പെട്ടവൾ ഒരു കുറ്റാരോപിതയായി വിമർശിക്കപ്പെട്ടവളായി നിന്നുപോയൊരു നിമിഷമുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ടവൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക്, സ്വന്തം മാപ്പയുടെ അടുക്കിലേക്കും ഉമ്മയുടെ അടുക്കിലേക്കും മാറി താമസിക്കാൻ വേണ്ടി വന്ന സാഹചര്യം. ഈ സങ്കടങ്ങൾ ഓരോ നാളും, അവരെ തട്ടങ്ങൾ, നമസ്കാര പായകളെല്ലാം കുതിർന്നുപോയി കണ്ണീരുകൊണ്ട്. അത്രയും നിരപരാധിയായ, അത്രയും ഇന്നസെന്റ് ആയ ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ പത്നി എന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു കദഫ് നേരിടുക, ഒരു ലൈംഗിക ഒരു പരപുരുഷ ബന്ധം സ്ഥാപിച്ചു എന്നൊരു ആരോപണം ഉണ്ടാവുക, അത് നാട് നീളെ കൊട്ടിഘോഷിക്കുക, നാട് നീളെ പാട്ടായി പറഞ്ഞു നടക്കുക. എത്ര മോശമായ ഒരു സാഹചര്യം. തുടങ്ങി വെച്ചത് മുനാഫിക്കങ്ങളാണെങ്കിലും പലപ്പോഴും പല നല്ല സഹാബാക്കൾ പോലും
മുഴുവൻ ഭാഗവാക്കായി പോയി. അത് പറഞ്ഞു നടന്നവർക്കിടയിൽ എന്നാലും പ്രവാചകന്റെ പത്നി എന്ന സ്ഥാനത്തിരുന്നിട്ട് ഈ സ്ത്രീക്ക് ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന്, ഇത്ര മോശമായി പോയി എന്ന് അങ്ങാടിയിലും കമ്പോളങ്ങളിലും ഒക്കെ സംസാരമായി. പക്ഷെ ആ സംസാരം കൂടുതൽ പറഞ്ഞതിൽ ഒരാളാണെങ്കിലോ മുഹാജിറായ, അതോടൊപ്പം തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ബന്ധത്തിൽപ്പെട്ടിട്ടുള്ള ബദരിയായ ഒരു സഹാബി മിസ്അഹ് റളിയല്ലാഹു അൻഹു. ഈ അന്നോളം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചേർത്ത് പിടിച്ച ഒരുപാട് മനുഷ്യരുണ്ട്. അദ്ദേഹത്തിന്റെ ധനം മുഴുവൻ ഇസ്ലാമിന് വേണ്ടിയിട്ട്. കാരണം പ്രവാചകനിൽ നിന്ന് ഏറ്റവും നന്നായി മതം പഠിച്ചൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവല്ല ലക്ഷ്യം പരലോകമായതുകൊണ്ട് തന്നെ എല്ലാം കൊടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവനും അബൂബക്കറിന്റെ പണം ഉപയോഗപ്പെട്ടതുപോലെ ഒരു മനുഷ്യന്റെയും സമ്പത്ത് എനിക്ക് ഉപയോഗപ്പെട്ടിട്ടില്ല എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ഓരോ മനുഷ്യനെ എത്രയോ അടിമകളെ മോചിപ്പിച്ച് സ്വതന്ത്രരാക്കി വിട്ടു അബൂബക്കർ റളിയല്ലാഹു അൻഹു. അത് കണക്ക് ഒരുപാട് അഗതികളെയും അശ്രണയും ഇസ്ലാമിനകത്ത് ചേർത്ത് പിടിച്ച് തണലായി നിന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത്തരത്തിൽ അദ്ദേഹത്തിന്റെ തണലിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് മിസ്അഹ് റളിയല്ലാഹു അൻഹു. ഈ മിസ്അഹ് റളിയല്ലാഹു അൻഹുവും തന്റെ മകളെ കുറിച്ച് അപവാദം പറയുന്നവരിൽ ഉണ്ട് എന്നും അദ്ദേഹം ഇതിന്റെ മെയിൻ കണ്ണിയാണെന്ന് മനസ്സിലാക്കിയപ്പോ അദ്ദേഹം ഒരു ആണയിട്ടു, ഇല്ല ഇനി അള്ളാഹുവാണ് സത്യം, മിസ്അഹിന് എന്റെ ഔദാര്യം ഉണ്ടാവില്ല എന്ന്, ഇനി എന്റെ ഒരു സഹായവും അയാൾ പ്രതീക്ഷിക്കണ്ട എന്ന്. എന്റെ മകളെ കരയാൻ വിട്ടവനാണവൻ, എന്റെ മകളെ കുറിച്ച് മോശം പറഞ്ഞു നടന്നവനാണവൻ എന്ന നിലയിലൊന്ന് പ്രതികരിക്കുമ്പോ, ഒരു സത്യം ഇടുമ്പോ അള്ളാഹു ഇടപെടുന്നുണ്ട്. ഈ അള്ളാഹുവിന്റെ വാക്ക് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. നിങ്ങളിൽ നിന്നുള്ള ഉത്തമന്മാർ ചെയ്യേണ്ട ഒരു സ്വഭാവ ശൈലിയല്ല ഇത്. ബന്ധുജനങ്ങൾക്കും അഗതികൾക്കും മുഹാജികളിൽപ്പെട്ട സാധുക്കൾക്കും ഒക്കെ സഹായം കൊടുക്കില്ല എന്ന് ആണയിടുന്നതൊന്നും നല്ല പ്രവൃത്തിയല്ല. നിങ്ങൾ മാപ്പ് കൊടുക്കാൻ തയ്യാറാകണം, വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകണം. അലാ യുഹിബ്ബൂന അൻ യഗ്ഫിറ അല്ലാഹു ലക്കും, അല്ലാഹുവിന്റെ മാപ്പ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന്. നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കൂ എന്ന്. സ്വന്തം മകളെ കണ്ണീരിലേക്ക് തള്ളിയിട, ആ ഒരു ആണിനോട് കൊടുക്കുന്ന സഹായങ്ങൾ നിർത്തുമെന്ന് ആണയിട്ടപ്പോ അരുത്, അങ്ങനെ ആണയിടരുത് എന്ന് അബൂബക്കറിനോട് അള്ളാഹുവിന്റെ കൽപ്പന. അബൂബക്കറിനോട് ഓരോ മനുഷ്യനോട് സംസാരിക്കണം അള്ളാഹു. ഏത് മനുഷ്യനോടും ഏത് ഘട്ടത്തിലാണെങ്കിൽ നമ്മൾ ദ്രോഹിച്ചവരോട് പോലും അവർക്ക് മാപ്പ് കൊടുക്കാനും വിശാലത കാണിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും നിങ്ങൾ ശീലിക്കേ. അള്ളാഹുവിന്റെ മാപ്പ് നിങ്ങൾക്കുണ്ട് എന്ന് അതാ ഖുർആൻ പറയുന്നത്. റബ്ബ് പുറത്തു നൽകും നിങ്ങൾക്ക്. മനുഷ്യരിൽ നിങ്ങൾക്കും വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടല്ലോ, നമുക്കും നമ്മളെ ഭാഗത്തു നിന്ന് കുറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. പടച്ചവന് നിരക്കാത്ത എന്തുമാത്രം കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ളത്. അള്ളാഹു എന്ന ജീവിതത്തിൽ റബ്ബിന് ഇഷ്ടപ്പെടാത്ത എത്രയോ വാക്കുകൾ നമ്മൾ പറഞ്ഞുപോയി, എത്രയോ പ്രവൃത്തികൾ നമ്മൾ ഏർപ്പെട്ടുപോയി. എന്നിട്ടും അത് മാപ്പാക്കാൻ റബ്ബ് തയ്യാറാകുമ്പോ എന്തുകൊണ്ട് ഒരു ഘട്ടത്തിൽ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മളെ മനസ്സിൽ നോവിപ്പിച്ചിട്ടുള്ള, നമ്മൾ കുത്തി നോവിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയോട്, നമ്മുടെ പ്രിയപ്പെട്ടവരോട് മാപ്പാക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല? ഇതാ ഖുർആൻ പറയുന്നത്. നിങ്ങൾ മാപ്പ് കൊടുക്ക്, ഞാൻ മാപ്പ് നൽകാമെന്ന്. നമ്മൾ ഈ രാത്രി ഉറക്കമൊഴിക്കുമ്പോഴും നമ്മൾ ഈ നോമ്പ് അനുഷ്ഠിക്കുമ്പോഴും നമ്മുടെ ഓരോ ആരാധനകളും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണോ? തീർച്ചയായിട്ടും ബന്ധങ്ങൾ മെച്ചപ്പെടുത്തണം. നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ആൾക്കാരാ, ഒരേ വഴിയിലൂടെ ഒരേ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുന്ന ആൾക്കാരാ. ഉണ്ടാവും ചില എന്തെയും അവസരങ്ങൾ ഉണ്ടാകും, അസ്വാരസ്യങ്ങൾ ഉണ്ടാകും, പരസ്പരം ചില കലഹങ്ങൾ ഉണ്ടാകും. അതങ്ങ് ഹൃദയത്തിൽ പേർ നടക്കുന്നത് നല്ല ലക്ഷണമല്ല. നമ്മുടെ കൂട്ടുകാരന്റെ മോശമായ പ്രവൃത്തി അത് മണ്ണിലേ എഴുതാവൂ എന്ന്. രണ്ട് കൂട്ടുകാര് ഒരു യാത്ര പോയി, നടന്ന ഒരു യാത്ര പൊയ്ക്കൊണ്ടിരിക്കാൻ കാൽനടയായി സുദീർഘമായ യാത്ര പോകുന്നതിനിടയിൽ രണ്ടുപേർക്കിടയിൽ ചില കലഹമുണ്ടായി. ചെറിയ സംസാരം മോശമായി, സ്വാഭാവികമാണ്, അങ്ങനെ സംഭവിക്കാം. ഒരു വാക്കിൽ നിന്നാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുക. ചെറിയ കൊച്ചു തർക്കങ്ങൾ ഒന്നോ രണ്ടോ വാക്കുകൾ പറഞ്ഞതിന്റെ പേരിൽ ഉണ്ടാവുന്ന ഈഗോ ക്ലാഷുകൾ, പിന്നെ വ്യക്തി വൈരാഗ്യമായി, ഗ്യാങ് വാറായി. ഒരു 10ാം ക്ലാസ്സുകാരൻ ഇവിടെ കൊല്ലപ്പെടാനുള്ള അടിസ്ഥാന കാരണം എവിടെ നിന്ന് പറയുന്ന വാക്കുകളാണ്. നാവിന്ന് വീണുപോയ വാക്കുകൾ അതിന്റെ പേരിൽ ഗ്യാങ് വാറുകളായി മാറിയിട്ട് കുട്ടികൾക്കിടയിലുണ്ടായ തമ്മിലടിയിൽ ഒരു കുഞ്ഞ് മരണപ്പെട്ടു പോവുക. എത്ര കഷ്ടമുള്ള കാര്യമാണ്. പൊറുക്കാൻ കഴിയണം, നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. ഈ രണ്ട് കൂട്ടുകാരും നടന്നു പോകുന്ന വഴിയിലും ഇതുപോലെ അവർക്കിടയിൽ കലഹമുണ്ടായി. ഒരുത്തൻ മറ്റേയാളിനെ പിടിച്ച് തള്ളി, അവൻ നിലത്ത് വന്ന് വീണു. അയാൾ എഴുന്നേറ്റ് ചാടി വന്ന് അടുത്തവനെ അടിച്ചിരുന്നെങ്കിൽ അവർക്കിടയിൽ വലിയ സംഘടന ഉണ്ടാകുമായിരുന്നു. പക്ഷെ അയാൾ എന്ത് ചെയ്യുന്നറിയുമോ? ആ മൺതരിയിൽ എഴുതിയിട്ടു എന്റെ കൂട്ടുകാരനെ തള്ളിയിട്ടു എന്ന്. ആ മണ്ണിൽ എഴുതിയിട്ടിട്ട് അവർ പിന്നെയും മുന്നോട്ട് പോയി. ഒരു പാറപ്പുറത്തൂടെ താഴേക്ക് ഇറങ്ങുമ്പോ പാറയിൽ ഈ വീണുപോയ മനുഷ്യൻ, ഇടികിട്ടി വീണുപോയ മനുഷ്യൻ സ്ലിപ്പായി തറയിലേക്ക് വീഴാൻ പോയപ്പോ മറ്റേയാൾ താങ്ങി നിർത്തിയപ്പോ അയാൾ ഉള്ളിയെടുത്തിട്ട് ആ പാറയിൽ കൊത്തിവെച്ചു, എന്റെ കൂട്ടുകാരനെ താങ്ങി നിർത്തിയെന്ന്. അപ്പൊ അയാൾ ചോദിച്ചു, എന്തുകൊണ്ട്? ഞാൻ നിന്നെ തള്ളിയിട്ടപ്പോ മണ്ണിൽ എഴുതി വെച്ചു, ഇവിടെ ഉള്ളി കൊണ്ട് നീ കുത്തിവെക്കുന്നു എന്ന്. ഇതാണ് ജീവിതം എന്നുള്ളത്. എന്റെ കൂട്ടുകാരന്റെ മോശം അനുഭവം അത് ഞാൻ മണ്ണിൽ എഴുതാവൂ, അത് മാഞ്ഞു പോകണം, അത് ഓർത്തു വെക്കാനുള്ളതല്ല, അത് മറക്കേണ്ടതാണ്.
അതാരും ഓർത്തു വെക്കേണ്ട കാര്യമില്ല. മോശമായ അനുഭവങ്ങൾ മറക്കാൻ കഴിയണം. അതോടൊപ്പം എന്റെ ജീവിതത്തിൽ എന്റെ കൂട്ടുകാരൻ ചെയ്ത ഏറ്റവും വലിയ ഉപകാരം, അവനെന്നെ താങ്ങി നിർത്തിയെന്ന് ഉപകാരങ്ങൾ ഓർത്തു വെക്കണം. കാരണം അതിനൊക്കെ വലിയ നന്ദിയുള്ളവനായി ജീവിക്കാൻ ആവശ്യപ്പെടുമെന്ന്. ഈ ഉപകാരങ്ങൾ ഓർത്തു വെക്കുക. ജീവിതത്തിൽ നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടല്ലോ, അത് ഓർത്തു വെക്കുക. വലിയ സന്തോഷമുണ്ടാകും, ബന്ധങ്ങൾ മെച്ചപ്പെടും. എന്നാൽ ചെറിയ വീഴ്ചകൾ, ചെറിയ അപാകതകൾ, ചെറിയ സംഘട്ടനങ്ങൾ, ചെറിയ പിണക്കങ്ങൾ അത് മനസ്സിൽ പേറുന്നതിൽ ഒരു പുണ്യവുമില്ല. ഈ പുണ്യനബി പ്രിയപ്പെട്ടവൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് അടിക്കടി വരുന്നൊരു സ്ത്രീയുണ്ട്. പ്രവാചകന്റെ വീടിനോട് അടുത്ത് ചെറിയൊരു ഹൈമ, ഒരു കൂടാരത്തിൽ താമസിക്കുന്ന ഒരു സ്ത്രീ, ഒരു കറുത്ത രൂപിയായ സ്ത്രീ, വലിയ സുന്ദരിയൊന്നുമല്ല. പക്ഷെ അവൾ ഇവരിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇവരെ കാണാൻ വരും, സംസാരിച്ചിരിക്കും, ഇങ്ങനെ പോകും. പക്ഷെ വരുമ്പോഴൊക്കെ ഒരു വരി കവിത അവർ പാടുന്നുണ്ട്. ഒരു വരി കവിത, യൗമൽ ബിശാഹിമിൻ ആജീബി റബ്ബിന അലാ ഇന്നഹു മിൻ ബൽദത്തിൽ കുഫ്രി അൻജാനി. ഒരു കവിത ഇങ്ങനെ പാടാറുണ്ട്. പക്ഷെ സ്ഥിരം ഇതേ കവിതകൾ ഇത് റിപ്പീറ്റ് പാടുന്ന കണ്ടപ്പോൾ ഒരു ദിവസം ആയിഷ ബീവി ചോദിച്ചു, നിങ്ങൾ എന്താ ഒരു പാട്ട് എപ്പോഴും പാടുന്നുണ്ടല്ലോ, ഒരു വരി കവിത നിങ്ങൾ എപ്പോഴും പാടുന്നുണ്ടല്ലോ, എന്താ കാര്യമെന്ന്. അപ്പൊ അവര് പറയുന്നുണ്ട്, ഞാൻ ഒരു അറേബ്യയിലെ തന്നെ ഒരു പ്രബലമായ കുടുംബത്തിലെ അടിമപ്പെണ്ണായിരുന്നു. ഇവിടുത്തെ ഒരു പ്രബലമായ ഒരു കുടുംബത്തിലെ അടിമപ്പെണ്ണായി ജീവിച്ചൊരു കാലഘട്ടം എനിക്ക് കടന്നു പോയിട്ടുണ്ട്. എന്റെ നല്ല നടപ്പും എന്നോടുള്ള അവരുടെ നല്ല സ്നേഹവും കാരണം എന്നെ അവർ മോചിപ്പിച്ചു വിട്ടു. നീ സ്വതന്ത്രയാക്കി പോയിക്കോളാൻ പറഞ്ഞു. സ്വന്തമായി പോയി ജീവിക്കാൻ പറയും. അവരെ സ്വതന്ത്രയാക്കി വിട്ടപ്പോൾ ഞാൻ ആ വീട്ടിൽ നിന്ന് പോയില്ല. ഞാൻ ആ വീട്ടിൽ തന്നെ ജീവിച്ചു വളർന്നവളാണ്. ചെറുപ്പം മുതലേ അങ്ങനെയാണ് ജീവിച്ചു വളർന്നത് കൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിൽ നിന്ന് മാറിയിട്ടൊരു സ്വാതന്ത്ര്യ ജീവിതം എനിക്കത്ര താല്പര്യം തോന്നിയില്ല. അതുകൊണ്ട് അവർക്കിടയിൽ അവർക്ക് വേല ചെയ്തുകൊണ്ട് അവരെ വീടിന്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ഞാൻ അവിടെ തന്നെ കഴിച്ചുകൂട്ടി. പക്ഷെ ഒരു ദിവസം ആ വീട്ടിലൊരു കുട്ടി പുറത്തുപോയി മടങ്ങി വന്നപ്പോ ആ കുട്ടിയുടെ അരപ്പട്ട കാണാനില്ല. വില കൂടിയ കല്ലുകൾ വെച്ച് പിടിപ്പിച്ച അരപ്പട്ട കാണാനില്ല. ആ അരപ്പട്ട കാണാത്തത് കൊണ്ട് എല്ലാവരും പരിശോധിച്ചു. എല്ലായിടത്തും ഇറങ്ങി നമ്മൾ തപ്പി നോക്കി. ഞാനും അടക്കം എല്ലാവരും അന്വേഷിച്ചു. ഒരിടെയും കിട്ടിയില്ല. എവിടെയും കിട്ടാതായപ്പോ അവസാനം അവരെല്ലാവരും എന്നെ നോക്കാൻ തുടങ്ങി. എന്നിലെ കണ്ണുകളെല്ലാം എന്നിലേക്ക് വന്നു. എന്തിനാണ് അരപ്പട്ട നീ കട്ടത് എന്ന് ആ വീട്ടുകാരനോട് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ കട്ടിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവരെന്റെ ഭാണ്ഡക്കെട്ടുകൾ പരിശോധിച്ചു, ഞാൻ കിടക്കുന്നിടം പരിശോധിച്ചു, എന്റെ ശരീരം പരിശോധിച്ചു, എന്റെ വസ്ത്രം പരിശോധിച്ചു, എന്റെ ജനനേന്ദ്രിയത്തിന്റെ ഉള്ളിൽ പോലും അവർ പരിശോധന നീട്ടിക്കൊണ്ടുപോയി. എന്നെ അത്രത്തോളം വലിയ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അത്രയും ഒരു പെണ്ണെന്ന നിലയിൽ ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ സങ്കടത്തിന്റെ നിമിഷം അതാണ് യൗമൽ ബിശാഹ്, അരപ്പട്ടയുടെ ദിവസം എന്ന കവിത പറയുന്നത്. പക്ഷെ ആ ദിവസം അള്ളാഹുവിന്റെ വലിയ തൗഫീഖ് കൊണ്ട് ഒരു കഴുകൻ വലിയ മാംസമോ മറ്റോ എന്ന് കണക്കാക്കി കൊത്തിക്കൊണ്ടുപോയ അരപ്പട്ട നമുക്ക് നടുവിൽ കൊണ്ടിട്ടപ്പോ ആ നിമിഷത്തിലാണ് അത് കണ്ടവർ എന്നെ നിരപരാധിത്വം ബോധ്യപ്പെട്ടിട്ട് എന്നോട് മാപ്പ് ചോദിച്ചത്. പക്ഷെ അന്ന് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ സ്വതന്ത്രയാണ്. ആ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഇസ്ലാം. അലാ ഇന്നഹു മിൻ ബൽദത്തിൽ കുഫ്രി അൻജാനി. സത്യനിഷേധത്തിന്റെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും എന്നെ രക്ഷിച്ചത് ആ അരപ്പട്ടയുടെ സംഭവമാണ് എന്ന് ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ മാനസിക ക്ലേശത്തിലൂടെ കടന്നുപോയപ്പോഴും അത് കൊണ്ടുവന്ന സൗഭാഗ്യത്തെ ഓർത്തുവെച്ചു. അവരോട് വിരോധമല്ല, വെറുപ്പല്ല അവർക്ക് തോന്നിയത്. പക്ഷെ ആ ഒരൊറ്റ സംഭവം, ആ ഒരു സംഭവം അവൾക്കുണ്ടാക്കിയ ഒരു അവസരം എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ കഴിഞ്ഞു, റസൂലിൽ നിന്ന് ഇസ്ലാം പഠിക്കാൻ കഴിഞ്ഞു. അങ്ങനെ അള്ളാഹുവിനെ അറിഞ്ഞ് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഒരു ജീവിതം നയിച്ച് പരലോകമെന്ന മഹത്തായ ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയതിന്റെ കാരണം തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദുരനുഭവമായതുകൊണ്ട് തന്നെ സന്തോഷത്തോടെ അവൾ കവിതയായി പാടി നടന്നു. അതാണ് ആയിഷ ബീവിയോട് സഹീഹുൽ ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസാണിത്. ഇത് ആയിഷ ബീവി മുമ്പിൽ അവർ പങ്കുവെക്കാണ്. അപ്പൊ ഇതുപോലെ ജീവിതത്തിൽ നമുക്ക് നല്ലത് ഓർത്തു വെക്കാൻ കഴിയണം, മോശമായത് ഓർത്തു വെച്ചിട്ട് കാര്യമില്ല. അതുപോലെ പകയും വിദ്വേഷങ്ങളും മനസ്സിൽ പേർന്നത് കൊണ്ട് നമുക്കൊരു വ്യക്തിയോട് പകയുണ്ട്, വിരോധമുണ്ട് എങ്കിൽ അത് നമ്മുടെ മനസ്സിലേ ഉണ്ടാവുള്ളൂ. നമ്മുടെ മനസ്സിൽ പക ഉള്ളത് കൊണ്ട് അവൻ എന്തെങ്കിലും ദോഷമുണ്ടോ? ഇല്ല. നമ്മുടെ ഹൃദയം മോശമായിക്കൊണ്ടേയിരിക്കും, നമ്മുടെ മനസ്സ് മോശമാകും, നമ്മുടെ മനസ്സിന്റെ മുറിവുകൾക്ക് പിന്നെയും ആഴം കൂടും. ഒരു മനുഷ്യന്റെ മുറിവ്, ഏതൊരു മുറിവും ഉണങ്ങണമെങ്കിൽ അതിൽ തൊടാതിരിക്കണ്ടേ? അതിൽ തൊടാതിരിക്കണമെങ്കിൽ മുറിവ് ഉണങ്ങോളും. ഒരു വ്യക്തിയോട് വിരോധം തോന്നിയാൽ അത് പൊറുപ്പിക്കാനും മാപ്പാക്കി കൊടുത്തിട്ട് മനസ്സ് ശുദ്ധമാക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അല്ലെങ്കിൽ ഒന്നിന് പിറകെ ഒന്നായി മനസ്സിനകത്ത് അടിഞ്ഞുകൂടുന്ന ഇത്തരം മുറിവുകൾ ഒരു മനുഷ്യനെ വിഷാദരോഗിയാക്കും. ഡിപ്രഷനിലേക്ക് മനുഷ്യൻ പോകുന്നത് എന്തുകൊണ്ടാണ്? ജീവിതത്തിന്റെ നൊമ്പരങ്ങളെ അടുക്കി വെക്കുന്നതുകൊണ്ടാണ്. ഓരോന്നായിട്ട് അപ്പോഴപ്പോഴും മറന്നു കളയണം. മറക്കാനുള്ള കഴിവും പടച്ചുകൊണ്ട് തന്നതില്ലേ നമുക്ക്? അതൊരു കഴിവ് തന്നെയാണല്ലോ. എല്ലാം ലേബിൽ ഓർത്തിരുന്നാൽ മനുഷ്യന് കണ്ണീര് തോർന്നിട്ട് സമയം ഉണ്ടാവോ? എത്ര പ്രിയപ്പെട്ടവരാ മരണപ്പെട്ടു പോയത്.
സ്വന്തം കുഞ്ഞുങ്ങൾ പ്രസവത്തോടെ മരിച്ചുപോയ ഉമ്മമാര് അവർ പിന്നെയും ജീവിക്കുന്നില്ലേ? പിന്നെയും അവർ ജീവിക്കാണ്, അവർ പിന്നെയും പ്രസവിക്കുന്നുണ്ട്, അടുത്ത മക്കളെ വളർത്തുന്നുണ്ട്. അപ്പോഴും ഒരു ഓർമ്മയുടെ കോണിൽ എവിടെയെങ്കിലും തനിക്കൊരു മകൻ മരണപ്പെട്ടു പോയി എന്നുള്ള ഓർമ്മ കിടക്കും. അതിനപ്പുറത്തേക്ക് ആ നൊമ്പരം ഉണ്ടാവില്ല. കാരണം അവരതൊക്കെ മറന്നിട്ടുണ്ട്. മറന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ മനുഷ്യനാവും. മനുഷ്യനുള്ള കൊടുത്ത ഒരു ദൗർബല്യമാണ്, അത് വലിയ അനുഗ്രഹം തന്നെ. മറതി എന്നുള്ള ദൗർബല്യമായിരിക്കുമ്പോൾ അത് വലിയ അനുഗ്രഹമായി മാറുന്നുണ്ട് മനുഷ്യൻ. അതുകൊണ്ട് മറക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ കഴിയണം. അതാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല മാതൃക എന്നുള്ളത്. അതുകൊണ്ട് അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കാൻ നമുക്ക് അർഹതയുണ്ടാക്കുന്നത് നമുക്കിടയിലുള്ള പ്രശ്നങ്ങളെയും നമ്മുടെ ഒപ്പമുള്ളവർക്ക് മാപ്പ് കൊടുക്കുന്നതിലൂടെയാണ്. അതുകൊണ്ട് ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ പിണങ്ങിയിരിക്കാൻ പല കാരണങ്ങൾ തിരയുന്നതിന് പകരം എങ്ങനെ നമുക്ക് ഒന്നായി പോകാം, എങ്ങനെ പിണക്കങ്ങളില്ലാതെ പോകാം എന്നാലോചിക്കണം. സ്വന്തം മാതാവിനോട് പോലും പതിറ്റാണ്ടുകളായി സംസാരിക്കാത്ത മക്കളുണ്ട്. അത് വലിയ അഹങ്കാരമായി അഭിമാനമായി കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. ഈ ഭാഗം വെച്ചപ്പോ വീതം വെച്ചപ്പോ എന്നെ പരിഗണിച്ചില്ലല്ലോ എന്ന്, ഞാൻ ഉദ്ദേശിച്ച പ്രോപ്പർട്ടി എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന്, അങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് ഉമ്മയോടും ഉപ്പയോടും പോലും പിണങ്ങിയിരിക്കാൻ മനുഷ്യൻ ന്യായം കണ്ടെത്തുകയാണ്. ഈ ന്യായവും പടച്ചവന്റെ മുമ്പിൽ വില പോവില്ല. അതുകൊണ്ട് സ്വന്തം മനസ്സാക്ഷിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇത്തരത്തിൽ ചില ന്യായങ്ങൾ മെനഞ്ഞെടുക്കാമെന്നല്ലാതെ അള്ളാഹുവിന്റെ കോടതിയിൽ ഇതൊന്നും നിൽക്കില്ല. അതുകൊണ്ട് നല്ല മനുഷ്യരെന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യണം? ഈ കോപം കടിച്ചിറക്കുകയും ജനങ്ങളോട് മാപ്പ് കൊടുക്കുകയും ചെയ്യുന്നവരാണെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇത്തരത്തിൽ പരസ്പരം ജീവിതത്തിൽ എന്തുണ്ടായാലും അതൊക്കെ പൊരുത്തപ്പെടിച്ച് മാപ്പ് കൊടുത്തും അതോടൊപ്പം ആദ്യമായി ബന്ധങ്ങൾ മുറിഞ്ഞുപോയ ബന്ധങ്ങളെ ആദ്യമേ നമ്മൾ അങ്ങോട്ട് പോയി പുനഃക്രമീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല മനുഷ്യർ ആദ്യം സലാം പറയാൻ ചെന്നവനാണ് അള്ളാഹു ഏറ്റവും പ്രിയപ്പെട്ടവനെന്ന്. ഒരു ബന്ധം മുറിഞ്ഞുപോയാൽ, ഒരു പിണക്കമുണ്ടായാൽ ആദ്യം സലാം പറയുന്നവനെയാണ് അള്ളാഹുവിന് ഇഷ്ടമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മളേതാകട്ടെ, നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഒരു മാപ്പ് പറയാൻ, അതുകൊണ്ട് ആ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ, ഒരു സലാം പറഞ്ഞ് ബന്ധങ്ങൾ നന്നാക്കാൻ. അങ്ങനെ രണ്ട് വിശ്വാസികൾ പരസ്പരം പിണക്കം മാറ്റി കൈകൊടുത്ത് സലാം പറഞ്ഞാൽ അവർക്കിടയിലുള്ള പാവങ്ങൾ ആ കൈകൾ കോർത്തെടുക്കുമ്പോൾ ആ ഹസ്തദാനത്തിനിടയിൽ എത്ര പാവങ്ങളാണ് പടച്ചവൻ മാപ്പാക്കുക. മനുഷ്യൻ സ്നേഹത്തോടെ ഇരിക്കുന്നത് കാണാൻ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നതാണ് റസൂലുള്ളാഹി നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഗൗരവത്തോടെ നന്മകൾ പ്രവർത്തിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.